അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ ഇന്നലെ അവസാനിച്ചത് ആരതി സിദ്ധാർത്ഥിനോട് പറയാണ്, പാവം ഇന്നലെ പെണ്ണ് കാണാൻ വന്നപ്പോഴും നീ ഒന്നും സംസാരിച്ചില്ല, ഇപ്പോൾ ഫോണിലെങ്കിലും ഒന്നും സംസാരിക്കേ. അപ്പോൾ ദേഷ്യത്തോടെ സിദ്ധാർത്ഥ്, ദേ നോക്ക്, നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വിക്രമിനോട് പോയി സംസാരിക്കേ, എനിക്ക് സന്ധ്യയോട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ജാനകി അമ്മ, സിദ്ധാർത്ഥ്, സന്ധ്യയാണ് വിവാഹം കഴിക്കുന്നത് നീ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നീ അവളോട് സംസാരിക്കാനായിട്ട് എന്താ കാര്യം? അവളോട് സംസാരിച്ച് ഇടപഴക് സിദ്ധു. ഇത്രയും നല്ലൊരു ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ മോനെ. നല്ല കുടുംബാ മോനെ, ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നിനക്ക് കിട്ടില്ല. അപ്പോൾ അച്ഛൻ, അതേടാ സിദ്ധു, ഞാനും നല്ലോണം അന്വേഷിച്ചു. പെണ്ണിൻ്റെ കുടുംബം നല്ല കുടുംബം എന്നാണ് എല്ലാവരും പറയുന്നത്. സന്ധ്യയെയും വിക്രമിനെയും കുറിച്ച് നല്ല അഭിപ്രായമേ എല്ലാവർക്കും ഉള്ളൂ. അതുകൊണ്ട് ഈ കല്യാണം നമ്മളെ വിട്ടു പോകരുത്, നന്നായിട്ട് ആലോചിക്കും മോനെ. അപ്പോൾ ആരതി പറഞ്ഞു, ഹേയ് സിദ്ധു, നാളെ വേണമെങ്കിൽ വിക്രമിനെയും സന്ധ്യയെയും ഏതെങ്കിലും കോഫി ഷോപ്പിലേക്ക് വിളിച്ച് സംസാരിച്ചാലോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏയ് ആരതി, ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. ആ, നിങ്ങൾ രണ്ടുപേരും നേരിട്ട് അവരെ കണ്ട് പരസ്പരം സംസാരിച്ച് എല്ലാം നേരെയാക്കാമല്ലോ. സിദ്ധു അതിനുള്ള മറുപടി പറയാൻ ശ്രമിച്ചുവെങ്കിലും അവനൊന്നും പറയാൻ കിട്ടിയില്ല. അപ്പോൾ അല്പ ദേഷ്യത്തോടെ ജാനകി അമ്മ, നീ എന്താടാ ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്? ആരതിയുടെ കൂടെ നാളെ പുറത്തേക്ക് പോ, സന്ധ്യയോട് മര്യാദയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കേ. ആ. അപ്പോൾ സിദ്ധു, അച്ഛാ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ സംസാരിക്കും, ഞാൻ പോയിട്ട് വരാം. അവളോട് സംസാരിക്കട്ടെ. അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു, ഏയ് സിദ്ധു സിദ്ധു, അവർ 3 പേരും വിളിച്ചു. അവൻ നിന്നില്ല. അവൻ പോയപ്പോൾ ജാനകി അമ്മ ആരതിയോട് പറഞ്ഞു, ആരതി, നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി നാളെ അവർ പരസ്പരം കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്ക്. അതെ ആരതി, അവൻ വരില്ലെന്ന് പറയും, പക്ഷെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുപോ എന്ന് അച്ഛനും പറഞ്ഞു. ശരി അച്ഛാ. അവളും പോയി. അമ്മയും അച്ഛനും ആകട്ടെ ഇനി എന്താണ് ഒരു വഴി എന്നോർത്ത് ഇങ്ങനെ നിന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ മഹേന്ദ്രൻ സാറിനെയും ലക്ഷ്മി അമ്മയാണ്. മഹേന്ദ്രൻ സാറ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി, ചന്ദ്രിക തനിച്ചല്ലേ ഉള്ളൂ, അവളെ വിളിച്ച് സംസാരിച്ചാലോ? എന്താ കാര്യം ഏട്ടാ? അവളുടെ വിവാഹ കാര്യത്തെക്കുറിച്ചാ? ആ ശരി ഏട്ടാ, സംസാരിക്കാം. എന്തായാലും അവൾ വേണ്ടെന്നേ പറയൂ. പക്ഷേ നമുക്ക് അവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും അവളെ മറ്റൊരു കല്യാണത്തിന് സമ്മതിപ്പിക്കണം. അങ്ങനെ അവൾ സമ്മതിച്ചാൽ അവൾക്ക് മനസ്സിനുണ്ടെങ്കിൽ ഒരാളെ നോക്കി ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടാം. അപ്പോൾ അങ്ങോട്ടേക്ക് ട്രേയിൽ കുടിക്കാനുള്ളതും കൊണ്ട് ചന്ദ്രിക വന്നു. 2 പേർക്കും കുടിക്കാൻ കൊടുത്തവൾ പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങി. അപ്പോൾ മഹേന്ദ്രൻ സാറ്, ചന്ദ്രികേ. എന്താ സാർ? മോളിരിക്ക്. ഏയ് വേണ്ട, എന്താ കാര്യമെന്ന് പറഞ്ഞാൽ മതി. നിന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞത്? അപ്പോൾ ലക്ഷ്മി അമ്മയും പറഞ്ഞു, ചന്ദ്രികേ ഇരിക്ക്. എന്തിനാണെന്നോർത്ത് അവളും അപ്പുറത്തെ സോഫയിലിരുന്നു. മഹേന്ദ്ര സാറ് പറയാൻ ആരംഭിച്ചു, ഞാൻ നിന്നോട് വളച്ചു കെട്ടിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല മോളെ. നേരെ കാര്യത്തിലേക്ക് വരാം. നിന്നെ ഇങ്ങനെ തനിച്ച് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുന്നു. എത്ര നാൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും മോളെ? മലരിനെയും നിന്നെയും നന്നായി നോക്കാൻ മനസ്സുള്ള ഒരാൾ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളെ നോക്കാൻ നിങ്ങൾ 2 ഉണ്ടല്ലോ. നിങ്ങളെക്കാൾ നന്നായി ഞങ്ങളെ ആര് നോക്കാനാ? എനിക്കും മലരിനും നിങ്ങൾ 2 പേരും മതി. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സാക്ഷാൽ ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെയാ. അപ്പോൾ ലക്ഷ്മി അമ്മ, ദേ നോക്ക് ചന്ദ്രികേ, ഞങ്ങൾ എത്ര നാളാണെന്നും പറഞ്ഞാൽ നിൻ്റെ കൂടെ ഉണ്ടാവുക? ഒരു പ്രായത്തിന് ശേഷം ഞങ്ങൾക്ക് നിന്നെ നോക്കാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയാ ഒരു നല്ല പയ്യനെ കണ്ടെത്തി നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആലോചിക്കുന്നേ. ലക്ഷ്മി അമ്മ തുടർന്നു, നാളെ നിനക്കും മലരിനും എന്തൊക്കെ ആവശ്യങ്ങൾ വരും, അതിനൊക്കെ നിൻ്റെ കൂടെ ഒരാൾ ഉറപ്പായിട്ടും വേണം. നമ്മുടെ ദല്ലാലിനോട് പറഞ്ഞ് നിന്നെയും മലരിനെയും നന്നായി സംരക്ഷിക്കാൻ കഴിയുന്ന, നിന്നെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല ആളെ കണ്ടെത്താൻ പറയാം. അപ്പോൾ ചന്ദ്രിക, സാർ, നിങ്ങൾ 2 പേരും കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ കല്യാണം കഴിക്കാൻ പറഞ്ഞ് എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ മനസ്സിന് അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ലക്ഷ്മി അമ്മ, ശരി, ഞങ്ങൾ നിനക്ക് വരനെ നോക്കുന്നില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ നിന്നെയും മലരിനെയും ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നീ അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നത്
അമ്പലനടയിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്ത സിദ്ധുവിനെയാണ്. അവളുടെ ഒരു മറുപടിക്ക് വേണ്ടി മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയെ നോക്കി നിന്നു. അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എല്ലാ പുരുഷന്മാരും മഹേഷിനെ പോലെ ആയിരിക്കണമെന്നില്ലല്ലോ. നല്ലവരും ഉണ്ടാകും. അങ്ങനെ ഒരു നല്ലയാള് നിന്നെയും മലനെയും നന്നായി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ അയാളെ സ്വീകരിക്കാൻ നിനക്ക് മടിയുണ്ടോ? അപ്പോൾ മഹേന്ദ്ര സാറും പറഞ്ഞു, ശരി, ഞങ്ങളായിട്ട് നിനക്ക് പയ്യനെ ആലോചിക്കുന്നില്ല. പക്ഷേ നിന്നെ തേടി ഒരാൾ വന്നാൽ ആ വിവാഹത്തിന് നീ സമ്മതിക്കണം, മനസ്സിലായോ? വീണ്ടും വീണ്ടും അവളുടെ മനസ്സിൽ സിദ്ധു തന്നെ കയറി വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല സർ. ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല. ദൈവം എൻ്റെ തലയിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ സർ. ശരി സർ, ഞാൻ പോയി എൻ്റെ ജോലി ചെയ്യട്ടെ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എണീറ്റു. ലക്ഷ്മി അമ്മ ദയനീയമായിട്ട് മഹേന്ദ്ര സാറിനെ നോക്കി. ഇതെന്താ ലക്ഷ്മി അവൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? ഏട്ടാ, അവൾക്ക് എങ്ങനെ ഉടനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ പറ്റുക? സ്വന്തം ഭർത്താവ് മഹേഷ് കാരണം അവൾ എന്തുമാത്രം അനുഭവിച്ചെന്നറിയില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ തന്നെ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കൂ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. നമ്മൾ തന്നെ ചന്ദ്രികയുടെ മനസ്സ് പതുക്കെ പതുക്കെ മാറ്റണം. എന്നിട്ട് പ്രതീക്ഷയോടെ പറഞ്ഞു, അവളുടെ മനസ്സ് മാറുവേട്ടാ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി ലക്ഷ്മി. പിന്നെ കാണിക്കുന്നത് ഡ്രൈവ് ചെയ്ത് പോകുന്ന മേഘയാണ്. അവൾ ആ ടൈം ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട്. കോള് നേരെ പോയത് സിദ്ധുവിനെ കാണാൻ വന്ന പെണ്ണ് സന്ധ്യക്കാണ്. അവൾ ചോദിച്ചു, ഹലോ. ആ സന്ധ്യ, ഞാൻ മേഘയാണ് സംസാരിക്കുന്നത്. ഹായ് മേഘ, സുഖം തന്നെ അല്ലേ? എനിക്ക് സുഖം തന്നെയാ. സിദ്ധു എങ്ങനെ ഇരിക്കുന്നു? ഹീസ് ഫൈൻ. ഞാൻ ഒരുപാട് തവണ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുക്കുന്നേ ഇല്ല. നാളെ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ മേഘ അങ്ങോട്ട് പറഞ്ഞു, ഇതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമാണ് മേഘ? അതൊന്നും ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല, നേരിട്ട് തന്നെ സംസാരിക്കണം. ശരി, ഞാൻ എവിടെ വരണമെന്ന് പറ, നമുക്ക് കാണാം. എൻ്റെ ഓഫീസിനടുത്തൊരു പാർക്കുള്ളതായിട്ട് നിനക്കറിയില്ലേ? അവിടെ നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം. ഓ യെസ്, ഉറപ്പായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം സന്ധ്യ. ആ ഓക്കെ, ബായ്. ഫോൺ കട്ട് ചെയ്ത് മേഘ മനസ്സിലോർത്തു, എന്നെ അല്ലാതെ സിദ്ധാർത്ഥ് വേറൊരാളെ കല്യാണം കഴിക്കാൻ പാടില്ല. നീ സിദ്ധാർത്ഥിനെയാണല്ലോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാനുള്ളപ്പോൾ ഉറപ്പായിട്ടും നടക്കില്ല. വണ്ടി പാർക്കിൽ വെച്ച് അതിൽ നിന്നിറങ്ങി മേഘ സന്ധ്യയെ കാത്തു നിന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് സന്ധ്യയുടെ വണ്ടിയും വന്നു. അവളും അതിൽ നിന്നിറങ്ങി. അവർ പരസ്പരം വിഷ് ചെയ്തു. അടുത്തു വന്ന് പരസ്പരം ഹഗ് ചെയ്തു. ഹായ് മേഘ. ഹായ് സന്ധ്യ. മേഘയെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും സന്തോഷമായി. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം മേഘ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഉറപ്പായിട്ടും നീ അറിയണം, അല്ലെങ്കിൽ നാളെ നിൻ്റെ ലൈഫ് തന്നെ സ്പോയിലായി പോവും. അപ്പോൾ ഒന്ന് ഞെട്ടിയിട്ട് സന്ധ്യ ചോദിച്ചു, മേഘ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാൻ സിദ്ധാർത്ഥിൻ്റെ കസിനാണ്. അവനൊരു നല്ല ജീവിതം കിട്ടുന്നതിൽ എന്നേക്കാളും മറ്റാരും സന്തോഷിക്കില്ല. അതുപോലെ തന്നെ അവൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകുന്നതും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇത് കേട്ട് സന്ധ്യ ഞെട്ടിപ്പോയി. എന്താ പറയുന്നത് മേഘ? സിദ്ധാർത്ഥ് ആര് വിവാഹം കഴിച്ചാലും അവരോടൊപ്പം സന്തോഷത്തിൽ അവൻ ജീവിക്കില്ല. അപ്പോൾ സന്ധ്യ ചോദിച്ചു, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്, മനസ്സിലാണെന്ന് മാത്രം. മേഘ എന്താ പറഞ്ഞു വരുന്നത്? ഒന്ന് മനസ്സിലാകുന്ന പോലെ പറയൂ. സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഇല്ലെങ്കിൽ വേറെ വിവാഹം പോലും കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കാത്തിരുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മാവനെ ഫോഴ്സ് ചെയ്ത് നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. പക്ഷേ അവൻ നിന്നെ വിവാഹം കഴിച്ചാലും ഉറപ്പായും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല. സിദ്ധാർത്ഥ് അവൻ്റെ ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടിയെ ഓർത്തു മാത്രമേ ജീവിക്കുള്ളൂ. അതുകൊണ്ട് സിദ്ധാർത്ഥിനെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം നശിച്ചു പോകും. ഇതെല്ലാം കേട്ട് അന്തം വിട്ട് തരിച്ചു നിൽക്കുകയാണ് സന്ധ്യ. എന്നിട്ട് മേഘ പിന്നെയും പറഞ്ഞു, ഇത് പറയേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞ ശേഷവും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നീ സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ചോളൂ. അല്ലെങ്കിൽ ഇപ്പം തന്നെ അവനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പയ്യനെ നോക്കി വിവാഹം കഴിക്കുക. എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. നന്നായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്ക്. എന്നിട്ട് വാച്ച് നോക്കി അവൾ പറഞ്ഞു, ശരി സന്ധ്യ, എനിക്ക് പോവാൻ സമയമായി, ഞാൻ പോട്ടെ. ശരി. മേഘ നടന്നു നീങ്ങിയപ്പോൾ സന്ധ്യ അവിടെ നിന്ന് ചിന്തിച്ചു, സിദ്ധാർത്ഥ് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ?
ഇതൊക്കെ കൊണ്ടാണോ അന്ന് താല്പര്യമില്ലാത്ത പോലെ ഇരുന്നത്? ഞാൻ ഫോൺ ചെയ്തപ്പോഴും ഫോൺ എടുക്കാത്തതിൻ്റെ കാരണം ഇതായിരുന്നോ? എന്നിട്ട് ആ പാർക്കിലെ ബെഞ്ചിലിരുന്ന് അവൾ ഓരോന്നായി ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. മേഘ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവൾ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ പാർക്കിലേക്ക് സിദ്ധുവിൻ്റെ കാർ വന്നു. സിദ്ധു കാറിൽ നിന്നിറങ്ങി. സിദ്ധു സന്ധ്യ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോയി. സന്ധ്യ, സന്ധ്യ, എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നല്ലോ, എന്താ കാര്യം? അപ്പോൾ അവൾ മിണ്ടാതെ ആലോചിച്ചിരുന്നു. പിന്നെ സിദ്ധു പറഞ്ഞു, സന്ധ്യ, എന്താ കാര്യം എന്ന് പറയൂ. ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോഴും സിദ്ധു എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ല. ഞാൻ നിങ്ങൾ വളരെ ഷൈ ടൈപ്പാണെന്ന് കരുതിയത്. പക്ഷേ നിങ്ങൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളെ കണ്ടതും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിക്കുന്നെങ്കിൽ അത് നിങ്ങളെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും ഞാൻ വല്ലാതെ തകർന്നു പോയി. നിങ്ങൾ ശരിക്കും മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ സിദ്ധു അങ്ങോട്ട് ചോദിച്ചു, ഈ കാര്യം സന്ധ്യയോട് ആരാ പറഞ്ഞത്? ആര് പറഞ്ഞാൽ എന്താ, നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ അല്ലയോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റൊരു തീരുമാനം എടുക്കാൻ പറ്റൂ, പറയൂ. അതെ സന്ധ്യ, ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് എന്നോട് പറയാമോ? അത് മറ്റാരുമല്ല, ചന്ദ്രികയാണ്. അപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് സന്ധ്യ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ജ്യൂസ് കൊടുക്കാൻ നേരത്തുള്ള ആ ദൃശ്യം അവളുടെ ഓർമ്മയിൽ വന്നു. എന്നിട്ട് സിദ്ധുവിനോട് ചോദിച്ചു, അന്ന് ഞങ്ങൾക്കൊക്കെ ജ്യൂസൊക്കെ തന്നില്ലേ, ആ പെൺകുട്ടിയാണോ? അതെ, അവൾ തന്നെയാ. പക്ഷെ അവർക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അവരെ നിങ്ങൾ എങ്ങനെയാ സിദ്ധു? അപ്പോൾ സിദ്ധാർത്ഥ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഫ്ലാഷ് ബാക്കായി അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സന്ധ്യയോട് പറഞ്ഞു, എനിക്ക് മലരിനെ വലിയ ഇഷ്ടമാണ് സന്ധ്യ. അവർക്കൊരു തുണയായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതുവരെ ചന്ദ്രിക എന്നെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അവൾ എന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവസാനം വരെയും ഞാൻ മലരിനൊരു ഗാർഡിയനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ചന്ദ്രികയല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. ഇതൊക്കെ കേട്ട് സന്ധ്യ പറഞ്ഞു, സത്യമായിട്ടും ചന്ദ്രിക വളരെ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ്. എല്ലാവരെയും പോലെ നിങ്ങളും ഒരു ശരാശരി പുരുഷനാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. പക്ഷേ സത്യത്തിൽ നിങ്ങൾ വളരെ വലിയ ആളാണ്. അവൻ പുഞ്ചിരിച്ചു. മലരിന് വേണ്ടിയും ചന്ദ്രികയ്ക്ക് വേണ്ടിയും നിങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് വളരെ സർപ്രൈസ് ആയിരിക്കുന്നു. ഉറപ്പായും ചന്ദ്രിക നിങ്ങളെ സ്വീകരിച്ചാൽ മലരിൻ്റെ ജീവിതം വളരെ നന്നായിരിക്കും. മലരിന് വേണ്ടിയെങ്കിലും ചന്ദ്രിക നിങ്ങളെ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായും ചന്ദ്രിക നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി സ്വീകരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവൾ കൈ കൊടുത്തു. അവനും തിരിച്ചു കൈ കൊടുത്തു. അവനെ മനസ്സിലാക്കിയതിൻ്റെ സന്തോഷത്തിൽ അവനും പറഞ്ഞു, താങ്ക്സ് സന്ധ്യ. അവൾ അവിടുന്ന് തിരിച്ചുപോയി. സിദ്ധുവിനപ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് പറയാം. ആരതയെ കെട്ടാൻ പോകുന്ന വിക്രമിനെയാണ് കാണിക്കുന്നത്. അവൻ എല്ലാവരോടുമായി ചോദിക്കുന്നു, ഈ വിവാഹ നിശ്ചയം നടത്തിയാൽ മാത്രമല്ലേ ഇൻവിറ്റേഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ? അത് കേട്ട് ജാനകി അമ്മയും മഹേന്ദ്ര സാറും ഒക്കെ ഞെട്ടുന്നു. വിക്രം പറയുന്നു, അവൾക്ക് സിദ്ധാർത്ഥിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആ അവൾ തന്നെ ഇപ്പോൾ സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി അമ്മയ്ക്ക് ഞെട്ടുന്നു. കുറച്ചപ്പുറത്ത് നിന്ന് മേഘ ചിരിക്കുന്നു. വിക്രം പിന്നെയും തുടർന്നു, അപ്പോൾ എനിക്ക് ആരതിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. പുതിയ എപ്പിസോഡുമായി നാളെ വരുമ്പോഴേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.